എൻ്റെ പ്രിയപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർ, വേദിയിലിരിക്കുന്ന മതാചാര്യന്മാരെ, രാഷ്ട്രീയ പ്രമുഖന്മാരെ, MLA മാരെ, MP മാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ടെന്ന് എന്നോട് വിനോദ് പറഞ്ഞപ്പോൾ, കാന്തപുരത്തിനാണെന്ന് ചോദിച്ചപ്പം തന്നെ എനിക്ക് എൻ്റെ ഒരു സൗഭാഗ്യം ഉണ്ടാകാൻ പോകുന്നു എനിക്ക് തോന്നിപ്പോയി. കാരണം എന്നെപ്പോലത്തെയുള്ള ഒരു സാധാരണക്കാരൻ, അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്രമുഖ വ്യക്തിക്ക് ഒരു അവാർഡ് കൊടുക്കുക എന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ഭാഗ്യമാണെന്ന് തന്നെയാണ് കാണുന്നത്. രണ്ടാമത്, ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണുന്നത്. എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് കാണിക്കുന്ന ഒരു സിദ്ധാന്തമാണ് അബൂബക്കർ മുസ്ലിയാരോട് പറയുന്നത്. എല്ലാവരും സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ ഈശ്വര വിശ്വാസികളാണ് എല്ലാവരും. പ്രപഞ്ചത്തിൽ അവാച്യമായ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ആ ശക്തിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് നമ്മൾ അമ്മയിൽ കൂടി കാണാം, നമ്മൾ അപ്പനിൽ കൂടി കാണാം, അല്ലെങ്കിൽ മത ആചാര്യന്മാരിൽ കൂടി കാണാം, ആരെ വരും കാണാം. അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് ഓരോരോ മതസ്ഥരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. പിന്നെ ഇവിടെ തന്നെ ആ നിസ്കാരം, ഇപ്പോൾ നമ്മൾ ഏറ്റവും ഞാൻ ആശ്ചര്യപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിസ്കാരം. നമുക്ക് ഒരു 10 നിമിഷങ്ങൾ ചിലപ്പോൾ ചില ആൾ എന്തിനാണെന്ന് വിചാരിച്ചാലും നമുക്കറിയാം, ഒരു മത പണ്ഡിതൻ്റെ, അതായത് ആത്മീയ ചിന്തയുടെ ഒരു തീവ്രമായ ചിന്തയുടെ ഒരു ആവരണമാണ് ഈ നിസ്കാരം. കാരണം 5 നേരം നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു അസുഖവും ലോകത്തിൽ ഉണ്ടായിരിക്കില്ല. അതാണ് ഏറ്റവും കാര്യം. 5 നേരം നിസ്കരിക്കുന്ന ഒരാൾക്കും ഏത് മതസ്ഥരായി നമസ്കരിച്ചാൽ അവന് ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ഹിന്ദുക്കൾ 41 പ്രാവശ്യം ചുറ്റുന്നു. 41 പ്രാവശ്യം ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ ചുറ്റിക്കഴിഞ്ഞാൽ അവർ മോക്ഷം കിട്ടും, അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുന്നൊക്കെ പറഞ്ഞാലും 41 ദിവസം കഴിഞ്ഞാൽ 42ാമത്തെ ദിവസം അവരെ നടക്കാൻ ആരും ആവശ്യപ്പെടേണ്ട കാര്യമില്ല. 42ാമത്തെ ദിവസവും പിന്നെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കും. അവന് ഒരു കൊളസ്ട്രോൾ ഇതും ഉണ്ടാവില്ല. അങ്ങനെ ഓരോ മതത്തിലും മതാചാര്യന്മാർ കൊടുത്ത ചില ആചാരങ്ങളുണ്ടല്ലോ. ആ ആചാരങ്ങൾ മുഴുവനും നമുക്ക് വേണ്ടി, നമ്മളെ ഈശ്വര വിശ്വാസത്തിന് വേണ്ടി, നമ്മളെ ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. അത് ആചാരങ്ങൾ എപ്പോഴും അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തൊട്ട വീട്ടിൻ്റെ അടുത്ത് ഞാൻ വളർന്നു വരുന്നത് ഒരു മുസ്ലിം വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ആ വീട് വളരെ നല്ല ഒരു സംസ്കാരമുള്ള വീടാണ്. അവിടെ ആ കുട്ടികളില്ലാത്തതുകൊണ്ട് എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി പിന്നെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തിച്ച് എനിക്ക് ഭക്ഷണമൊക്കെ തന്ന് എന്നെ അവിടുത്തെ ഒരു കുട്ടിയായിട്ട് വളർന്നതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ രീതിയിലും അവരുടെ സ്നേഹം കണ്ടവരാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആ സ്നേഹത്തിൽ വളർന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ അബൂബക്കറും കാന്തപുരം മുസ്ലിയാർ ഞാൻ അത്രയും ബഹുമാനിക്കുന്ന സ്നേഹിക്കും. അത് മാത്രമല്ല, എല്ലാ മുസ്ലിം സുഹൃത്തുക്കളും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഫ്രണ്ട്സാണ്, നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇപ്പോൾ ആരായാലും നമ്മൾ ഒരു കാര്യമുണ്ട്, എന്താളായാലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസമാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പിന്നെ സ്കൂളുകൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞയച്ച് അവർ സംസ്കാര സമ്പന്നരായി നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രമേ നമ്മുടെ പുതിയ തലമുറ വളരുകയുള്ളൂ. മുമ്പൊക്കെ പിന്നെ മുസ്ലിം സമുദായത്തിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാറില്ല. ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ തന്നെ എനിക്ക് 10-21 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിലൊക്കെ മുസ്ലിം കുട്ടികൾ ഇപ്പോൾ ഏറ്റവും നല്ല കുട്ടികളായിട്ട് വളരുകയാണ്. കാരണം എന്താ ഞാൻ അത് കാണിക്കുന്നത് വെച്ചാൽ, അത് ഞാൻ ഈ മീറ്റിംഗ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതല്ല, എല്ലാ മീറ്റിങ്ങിലും പറയുന്നതാണ്. അവർ നല്ല മിടുക്കന്മാരാണ്. അവർ ആചാരങ്ങളും അതിൻ്റെ അനുഷ്ഠാനങ്ങളുമാണ് പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഹിന്ദുക്കൾ ആരെങ്കിലും നല്ല ആചാരങ്ങളും നല്ല അനുഷ്ഠാനങ്ങളും ചെയ്യുന്നവർ നല്ലവർ തന്നെയാണ്. പിന്നെ എല്ലാ മതസ്ഥരും, അതായത് എല്ലാ മതസ്ഥരും ഒന്ന് എന്നുള്ള, എല്ലാ മതത്തിൻ്റെ ആശയം ഒന്ന് തന്നെ ആണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. അതല്ലാതെ പിന്നെ തീവ്രവാദികൾ എല്ലായിടത്തിലും ഉണ്ടാവും. നമ്മുടെ 10 കുട്ടികളുടെ ഒരു കുട്ടി തീവ്രവാദിയായിരിക്കും, അത് കുറ്റപ്പെടുത്താൻ പറ്റില്ല. തീവ്രവാദി എല്ലാത്തിലും ഉണ്ടാകും. തീവ്രവാദികൾ അത് ഒതുക്കാനുള്ള ഒരു ആത്മീയ പ്രഭാഷണങ്ങളും കാര്യങ്ങളും നമ്മൾ വലിയ ആൾക്കാർ ആചാര്യന്മാർ ചെയ്തു കൊടുക്കണമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തീവ്രവാദത്തെ പറഞ്ഞ് ഒരു മതത്തിന് ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിശൂന്യതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.
അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം എല്ലാ മതസ്ഥരും വിദ്യാഭ്യാസത്തിലും കച്ചവടത്തിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസ സ്ഥലത്തിലോ ഏതെങ്കിലും ജാതി നോക്കിയിട്ടാണ് പറഞ്ഞേക്കുന്നൊന്നുമല്ല. അപ്പോൾ എല്ലാവരും എല്ലാ മതസ്ഥരും ഒന്നാണെന്ന വിചാരത്തോടുകൂടി സഹോദര്യത്തോട് സ്നേഹത്തോടു കൂടി ജീവിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അത് അനിവാര്യമാണ്. ശ്രീനാരായണ ഗുരുദേവ് പറഞ്ഞ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആ ആപ്തവാക്കുകളെ എല്ലാവരും സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ എല്ലാ മതസ്ഥരും ഒരാൾ പിറക്കുമ്പോൾ ഒരു മതമുണ്ടാവും, ഒരു ജാതി ഉണ്ടാവും. അതൊന്നും ഒരു കാലത്തും ആർക്കും മാറ്റാൻ പറ്റില്ല. പക്ഷേ ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരെ നല്ല വിദ്യാഭ്യാസം സമ്പാദിച്ച് അവർ നല്ല മിടുക്കന്മാരായി നല്ല ഈ ഇന്ത്യൻ പൗരന്മാരായി വളരണം. അതിനുള്ള സാഹചര്യം നമ്മളെ മുസ്ലിയാർ സാറ് മാതിരിയുള്ള ആചാര്യന്മാരെ കൊണ്ട് സാധിക്കണം. അതിനുള്ള യാത്രയാണ് അദ്ദേഹം പുറപ്പെട്ടത്. ആ യാത്രക്ക് എൻ്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.